വെറും 8 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ബഹിരാകാശ ദൗത്യത്തിനായി കഴിഞ്ഞ വർഷം ജൂൺ 5-നാണ് ബോയിങ് കമ്പനി പുതിയതായി വികസിപ്പിച്ച സ്റ്റാർലൈനർ പേടകത്തിൽ നാസയുടെ ബഹിരാകാശ ഗവേഷകരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. എന്നാൽ ചില സാങ്കേതിക തകരാറുകൾ മൂലം ഇരുവരും 9 മാസത്തോളം ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോകുകയായിരുന്നു. 9 മാസങ്ങൾക്ക് ശേഷം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ മാർച്ച് 18-ന് ഇരുവരും ഫ്ലോറിഡ തീരത്ത് ലാൻഡ് ചെയ്തു. രാഷ്ട്രീയ കാരണങ്ങളാലാണ് സുനിതയും വിൽമോറും ബഹിരാകാശത്ത് കുടുങ്ങിയത് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും കുറ്റപ്പെടുത്തിയിരുന്നു. ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാരിന് നേരെയാണ് ഇരുവരും വിരൽ ചൂണ്ടിയത്. ബഹിരാകാശ യാത്രികരെ തിരികെ കൊണ്ടുവരാൻ ബൈഡൻ സർക്കാർ തിടുക്കം കാണിച്ചില്ല എന്നും സുനിതയും വിൽമോറും മടങ്ങിയെത്തി മണിക്കൂറുകൾക്കകം വൈറ്റ് ഹൗസ് കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ദീർഘകാലം ബഹിരാകാശത്ത് തങ്ങാനുണ്ടായ കാരണമായി രാഷ്ട്രീയ ഇടപെടലുകളെ ഇരുവരും തള്ളിക്കളഞ്ഞു. ബഹിരാകാശത്ത് ദീർഘനാൾ തുടരേണ്ടി വന്നതിനുള്ള യഥാർത്ഥ കാരണക്കാർ ആരൊക്കെയാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇരുവരും. ഭൂമിയിലേക്ക് തിരികെ എത്തിയതിനു ശേഷം ആദ്യമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. ഇനി ഇവർ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്ന് നോക്കാം. ബഹിരാകാശ നിലയത്തിൽ ദീർഘനാൾ കഴിയേണ്ടി വരുമെന്ന് അറിഞ്ഞപ്പോഴുണ്ടായ പ്രതികരണത്തെക്കുറിച്ചും തങ്ങളുടെ ബഹിരാകാശ പര്യവേഷണത്തിന്റെ ഭാവിയെക്കുറിച്ചും ഭ്രമണപഥത്തിൽ സമയം ചെലവഴിച്ചതിനെക്കുറിച്ചും ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇരുവരും തുറന്നു പറഞ്ഞു. ഞങ്ങളിപ്പോൾ ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ട് എന്നതാണ് ആദ്യം എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ കാര്യം. ഫോക്സ് ന്യൂസിന്റെ അവതാരകനായ ബിൽ ഹൈമറിനോട് സുനിത പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എന്നാൽ നമുക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താമെന്നാണ് താൻ കരുതിയത് എന്നാണ് ബുച്ച് വിൽമോർ പറഞ്ഞത്. ദൗത്യസമയം ദീർഘിപ്പിച്ചത് കേട്ട നിമിഷം തന്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ബോയിങ് തങ്ങളെ പരാജയപ്പെടുത്തി എന്ന ധാരണ ഇരുവരും തള്ളിക്കളഞ്ഞു. ബഹിരാകാശ ദൗത്യത്തെ സംബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ച് ആവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കാത്തതിനും മേൽനോട്ടം നടത്താത്തതിനും താൻ ഉൾപ്പെടെ എല്ലാവരും ഒരു പരിധിവരെ കുറ്റക്കാരാണ് എന്ന് ബുച്ച് വിൽമോറും പറഞ്ഞു. CFDയുടെ കമാൻഡർ എന്ന നിലയിൽ ഞാൻ ചോദിക്കാതിരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. അക്കാര്യത്തിൽ ഞാനും കുറ്റക്കാരനാണ്. അത് ഞാൻ രാജ്യത്തോട് സമ്മതിക്കുന്നു. ഞാൻ മുൻകൂട്ടി ചോദിക്കാത്ത ചില ചോദ്യങ്ങളുണ്ട്. അവ ഞാൻ ചോദിക്കേണ്ടതായിരുന്നു. എനിക്ക് അക്കാര്യം അവരോട് ചോദിക്കേണ്ട സമയത്ത് അറിയില്ലായിരുന്നു. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ചില സൂചനകൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നാണ് വിൽമോർ പറഞ്ഞത്. ബോയിങ്ങിനെ കുറ്റപ്പെടുത്തണോ? അവർ കുറ്റക്കാരാണോ? നാസയെ കുറ്റപ്പെടുത്തണോ? അവർ കുറ്റക്കാരാണോ? എല്ലാവർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട്. പരീക്ഷണങ്ങളിലെ ചില പോരായ്മകളും നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടില്ലാത്ത തയ്യാറെടുപ്പുകളിലെ പോരായ്മകളും ഉണ്ടായിരുന്നു. വിൽമോർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഇക്കാര്യത്തിൽ ആരുടെയും നേരെ വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പകരം മുൻകാല തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ബഹിരാകാശ പദ്ധതിയിൽ ട്രംപും മസ്കും എടുത്ത പങ്കാളിത്തത്തിന് ഇരുവരും നന്ദി അറിയിച്ചു. അവർ പറയുന്നതൊന്നും വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് കാരണമൊന്നുമില്ല. കാരണം അവർ എന്റെ വിശ്വാസം നേടിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ പ്രമുഖ നേതാക്കൾ മനുഷ്യരുൾപ്പെട്ട ബഹിരാകാശ പദ്ധതിയിൽ പങ്കുകാരാകുന്നതിൽ ഞാൻ നന്ദിയുള്ളവരാണ്. അത് ആഗോളതലത്തിൽ വളരെ പ്രാധാന്യമുള്ളതായി ഞങ്ങൾ കാണുന്നു. അവർ അതിൽ സജീവമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് വിൽമോർ പറഞ്ഞത്. ദേശീയ നേതാക്കൾ ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന് നല്ല കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അക്കാര്യത്തിൽ ഞാൻ നന്ദിയുള്ളവനാണ് എന്നാണ് വിൽമോർ കൂട്ടിച്ചേർത്തത്. ഇതേ വികാരം തന്നെയാണ് സുനിത വില്യംസും പങ്കുവച്ചത്. അവർ വിഷയത്തിൽ ഇടപെട്ടതും ഇക്കാര്യം ശ്രദ്ധിക്കുന്നതും കാണുന്നതിൽ സന്തോഷമുണ്ട് എന്ന് സുനിത പറഞ്ഞു. മസ്കും ട്രംപും ഉൾപ്പെടെ നിരവധി ആളുകളെ ബഹിരാകാശ നിലയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാനും അത് ഗൗരവത്തോടെ എടുക്കാനും തങ്ങളുടെ 9 മാസത്തെ ദൗത്യം അനുവദിച്ചതായും അവർ കൂട്ടിച്ചേർത്തു.